എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്നോ, നമ്മുടെ തൊടിയിൽ നിറയെ കണ്ണിമാങ്ങ ഉണ്ട് കേട്ടോ. ഇപ്രാവശ്യം അത് ഞാൻ പൊട്ടിച്ചെടുത്ത് ഞെടുപ്പടത്തി ഒരു കുപ്പിയിലാക്കി എടുത്ത് വെച്ചു കേട്ടോ. അതൊന്ന് ഇടാൻ പോവുകയാണ് കേട്ടോ. അതൊന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാൻ ഞാനിടുന്ന രീതി അതാട്ടോ. ആ കണ്ണിമാങ്ങയ്ക്കകത്ത് കുറച്ച് കല്ലുപ്പിട്ട് ഞാനതൊരു 10 ദിവസം വെക്കും കേട്ടോ. ഇത് കണ്ടോ, നമ്മുടെ കണ്ണിമാങ്ങ അന്ന് ഞാൻ ഉപ്പിട്ട് വെച്ചതുണ്ടല്ലോ, ഇത് ഈ കളറായി കേട്ടോ. കണ്ടോ, കളറിന് വന്ന മാറ്റം കണ്ടോ. പിന്നെ എന്താ കണ്ടോ, ഉപ്പ് കല്ല ഞാൻ ഇട്ട് വെച്ച കേട്ടോ. അപ്പൊ ഇത് ഇത്ര വെള്ളമുണ്ട്. ഈ വെള്ളം ഒന്ന് അരിച്ചെടുത്തിട്ട് അതിനകത്ത് വേണം നമ്മൾ മുളക് പൊടി, കടുക് അതൊക്കെ ഇടാൻ കേട്ടോ. ഒരൊട്ടും വേണമെങ്കിൽ ഇത്തിരി തിളപ്പിച്ച വെള്ളം കുറവാണെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ. അപ്പൊ ഞാന് ഇതൊന്ന് അരിച്ചു കാണിക്കാം കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെ ഒരു നല്ല ഒട്ടും ഒരു പാത്രത്തിന് പോലും ഒട്ടും വെള്ളം കാണരുത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇത് കുറേ നാളത്തേന് ഇരിക്കുള്ളൂ കേട്ടോ. ഇത് കണ്ടോ, ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് ഞാനൊരു ഒരു 3 വർഷം, രണ്ട് വർഷം ആയി കേട്ടോ. ഇത് എപ്പോഴും എന്നും ഞാൻ ഫ്രിഡ്ജിലൊന്നും എടുത്ത് വെക്കാറില്ല കേട്ടോ. എപ്പോഴും ഒരു കേടില്ല. ഇപ്പൊ അങ്ങനെ ഇരിക്കണമെങ്കിൽ ഒട്ടും വെള്ളമയം കാണരുത് കേട്ടോ. അപ്പൊ ഞാൻ ഇതൊന്ന് ഇതിനകത്ത് അരിച്ചെടുക്കാം കേട്ടോ. ഇതുണ്ടോ, മാങ്ങ ഒക്കെ നല്ലോണം ഇങ്ങനെയല്ലോ ചുളുങ്ങി ഇരിക്കുക കേട്ടോ. ഇത് എല്ലാം ഒന്നുമില്ല, ചിലത്. പിന്നെ ഇതുണ്ടോ, ഇത്ര വേണ്ട ഉപ്പ് വേണ്ട കേട്ടോ. ഇതിലോട്ട് നമുക്ക് ഒരു പാത്രത്തിനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണെന്നറിയോ, ഒരു പാത്രത്തിലും വെള്ളമയം കാണരുത് കേട്ടോ. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ ഇത് ഇരിക്കുള്ളൂ. അപ്പൊ അതിനകത്തോട്ട് നമുക്കിത് ആദ്യം എന്താണെന്നറിയോ, സാധാരണ നമ്മുടെ മുളക് പൊടിയില്ലേ, നല്ല ഇത് പൊടിച്ചതാട്ടോ. ഇത് പിരിയമുളകല്ല, അല്ലാതെ എരിവിന് വേണ്ടി ഉള്ള അത് നമുക്ക് ഇങ്ങോട്ടൊരു 100 ഉണ്ട്. ഇതിപ്പോ ഏകദേശം നമ്മുടെ മാങ്ങ ഒരു 3 കിലോ ഉണ്ടായിരുന്നു പച്ച. പിന്നെ ഇതിപ്പം 2 കിലോ ഒക്കെ കാണും കേട്ടോ. അതിനായിട്ടൊരു 100 മുളക് പൊടി എടുക്കാം. അത് ഓരോരുത്തരും മുളക് എന്ത് വേണേലും ചെയ്യാം. നമുക്കൊന്ന് എരിവ്, എനിക്കിവിടെ ഒത്തിരി എരിവൊന്നും വേണ്ട, അതുകൊണ്ടാട്ടോ. പിന്നെ ഇതുണ്ടല്ലോ, ഇത് പിരിയമുളക് പൊടിച്ചാട്ടോ. അതും കൂടെ അതൊരു 50 ഉണ്ട് കേട്ടോ. പിന്നെ എന്താണെന്നറിയോ, വെള്ളം കുറഞ്ഞാല്, വെള്ളത്തിന് ഇത്തിരി കുറവാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത്തിരി തിളപ്പിച്ചാവിയ വെള്ളം കൂടെ ഒഴിക്കണം കേട്ടോ. പിന്നെ ഇത് ഞാൻ എന്താ ചെയ്തതുണ്ടോ, കടുകുണ്ടല്ലോ, കടുക് ഇത്തിരിയല്ല, 100 മിച്ചമുണ്ട് കേട്ടോ. ഇതും 100 മിച്ചമുണ്ട്. പൊടിച്ച് ഒന്ന് ചെറുതായിട്ട് മിക്സിക്കകത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ കേട്ടോ. അതുകൂടെ എല്ലാം കൂടെ ഇട്ട് നമുക്ക് ഒന്ന് നോക്കാട്ടോ. ചിലപ്പോ നമുക്ക് വീണ്ടും പിന്നെ ഇടേണ്ടി വരും. എന്നാന്ന് വെച്ചാൽ നമുക്കറിയില്ല മാങ്ങയുടെ ഒരു ഇതുണ്ടോ. ഇത് പിന്നെ ഉലുവായും ഉണ്ട്. ഇത് ഞാൻ പൊടിച്ചു വെച്ചതാ. കായം ഉണ്ട് കേട്ടോ. ഉലുവ വറുത്ത് പൊടിച്ചതായത്. കായമുണ്ട്. ചിലരുണ്ടല്ലോ ഈ ഇത് ചേർക്കില്ല, ഉലുവ ചേർത്താ എന്താന്ന് വെച്ചാ ഇത്തിരി ഇങ്ങനെ പൂക്കലൊക്കെ പിടിക്കുമെന്ന് പറയും. നമുക്കറിയില്ല അത്. ഞാൻ പക്ഷെ ചേർക്കാറില്ല കേട്ടോ. പിന്നെ ലേശം ഉണ്ടല്ലോ, ഇത്തിരി മധുരം, ഒരു ശകലം ശർക്കര ചേർക്കുന്നത് നല്ലതാണ്. ഞാൻ ഇപ്രാവശ്യം അതൊന്നും ചേർക്കുന്നില്ല. ഇനി നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കാണാം കേട്ടോ. അപ്പൊ ഞാനിത് എൻ്റെ ആ വെള്ളത്തില് ഞാൻ മുളക് പൊടി, ഉലുവാപ്പൊടി, അതുപോലെ നമ്മളെ കടുക് പൊടിച്ചൊക്കെ ചേർക്കും കേട്ടോ. ഇതുണ്ടോ കാണോ. അപ്പൊ എന്താന്ന് വെച്ചാ ഈ മാങ്ങ ഇങ്ങോട്ട് ഇടുമ്പോ ഉണ്ടല്ലോ, ഇതല്ലേ അങ്ങോട്ട് വെള്ളം വല്ലാണ്ട് കൂടും കേട്ടോ. എനിക്ക് അങ്ങനെ എപ്പോഴും പറ്റുന്ന. ഇനി നമുക്ക് ഇടയ്ക്കൊന്ന് ഈ ഉപ്പൊന്ന് നോക്കാട്ടോ. ഞാൻ അന്നേരം ഇട്ട ഉപ്പല്ലേ ഉള്ളൂ, അതാണ്. ഉപ്പൊന്നും കുഴപ്പമില്ല, ഉപ്പൊന്നും അഥവാ പോരങ്ങുണ്ടല്ലോ, നമുക്ക് ഇത് എടുക്കുമ്പോ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഈ മാങ്ങ ഉണ്ടല്ലോ, ഇതൊക്കെ എന്നാന്നറിയോ, ഇതിപ്പോ നമുക്കുള്ളതാട്ടോ. ഇതിന് എത്രയാ 150 രൂപ ഇപ്പൊ ആണെന്ന് തോന്നുന്നു വില കേട്ടോ. അപ്പൊ നമ്മുടെ വീട്ടിലുള്ളതാ ഇത്. എല്ലാ മാവും ഇപ്രാവശ്യം എല്ലായിടത്തും പൂത്തിട്ടുണ്ട്. കണ്ണിമാങ്ങ ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് എല്ലായിടത്തും. അപ്പൊ ഈ സമയത്തൊക്കെ നമുക്ക് ഇത് കിട്ടുന്ന സമയങ്ങളിൽ ഇതൊക്കെ ഇങ്ങനെ ആക്കി വെക്കുവാണെങ്കിലേ നമുക്ക് കുഴപ്പമില്ല. ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാ പ്രാവശ്യവും മേടിക്കുകയാണ് പതിവ്.
മേടിക്കാന്ന് പറഞ്ഞാൽ മേടിച്ച് ഉപ്പിലിടുവാണ് പതിവ്. ഇപ്രാവശ്യം ഇതാ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും ലാഭിഷായിട്ട്. അല്ലെങ്കിൽ ഇത് ഒരു കിലോയ്ക്ക് ഇതുണ്ടോ ഒട്ടും നമ്മളാ ഒഴിച്ച ഇത് എന്താണ് ആ മാങ്ങയുടെ വെള്ളം ഇറങ്ങിയതല്ലാതെ, മാങ്ങയുടെ വെള്ളം എന്ന് പറഞ്ഞാൽ ഉപ്പ് വെള്ളം ഇറങ്ങിയതല്ലാതെ കല്ലുപ്പിട്ട് വെക്കുന്ന കണ്ടല്ലോ, അല്ലാതെ വേറെ ഞാൻ വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. ഇതുണ്ടോ ഒട്ടും ഇല്ലാതെ കുറച്ച് കഴിയുമ്പോൾ ആയിക്കോളൂ കേട്ടോ. അത് ഞാൻ കാണിക്കാം പിന്നെ അത് ശരിക്കാവുമ്പോഴേ ഉള്ളു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഒട്ടും വെള്ളമയം ഇല്ലാത്ത ഇത് ഭരണിയല്ലേ ഉണ്ടോ. ഇതിനകത്ത് നമുക്കിത് കോരി വെക്കാം കേട്ടോ. കോരി ഇട്ട് വെക്കാം. എന്നിട്ട് എന്താന്ന് വെച്ചാൽ ഉണ്ടല്ലോ, അത് കഴിഞ്ഞ് ഇതെല്ലാം ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു അലക്കിയ ഒരു വെള്ള എന്താണ് തുണി എടുത്തിട്ട് നന്നായിട്ട് നല്ലെണ്ണയിൽ മുക്കി ഇതിന്റെ പൊക്കത്തിൽ ഇങ്ങനെ വിരിച്ചിടണം. അപ്പൊ എന്താ ഈ പൂപ്പല് ഇട്ടു പിടിക്കല കേട്ടോ. അപ്പൊ നമുക്ക് ഇത് ഇട്ടിട്ട് കാണാവേ. ഞാൻ ഇതിനകത്ത് ഇങ്ങനെ ഇതുണ്ടോ കോരി ഇട്ടോണ്ടിരിക്കുവാണേ. ഇതുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ ഇത്തിരി ഈ മാങ്ങയ്ക്ക് ഇത്തിരി വലിപ്പം വെച്ചു കേട്ടോ. അത് കഴിഞ്ഞാണ് ഞാനിത് പറിച്ചെടുത്തതേ. അതാ ഒട്ടും വെള്ളം ചേർക്കാതെ ഉപ്പുവെള്ളം മാത്രം ചേർത്ത നമ്മുടെ ഇതിപ്പോ ഈ അവസ്ഥയല്ല. കുറച്ച് കഴിയുമ്പോഴത്തേനും നന്നായിട്ട് ഈ മുളകൊക്കെ അങ്ങ് പിടിച്ച് നല്ല ഇതായിട്ട് ഒട്ടും വെള്ളം ഒഴിച്ചില്ലല്ലോ, അതുകൊണ്ട് കേട്ടോ. ഇപ്പൊ കുറച്ച് ഇതെല്ലാം ഒന്നും വേണ്ട, ഞാൻ പിന്നെ എല്ലാവർക്കും മോക്കൊക്കെ കൊടുക്കൂലോ. അതാ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഇത് 2 വർഷമായതാ. അതാ ഇപ്പൊ ഞാൻ എടുത്തോണ്ടിരിക്കുന്നത്. തീർന്നു കേട്ടോ, തീരാറായി. അപ്പോഴത്തേനും എന്താ നല്ലതാണെങ്കിൽ ഇപ്പൊ കുറേ ഒത്തിരി അത് നമ്മൾ വേണ്ട രീതിക്ക് വെള്ളമയം ഒന്നും ഇല്ലാതെ ഇത് ചെയ്താൽ മാത്രമേ അങ്ങനെ ഇരിക്കുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പൂക്കും. പൂപ്പലെന്ന് കാണുമ്പോൾ നമ്മളതെടുത്ത് വേറെ ചെറിയ പാത്രത്തിലാക്കി ഫ്രിഡ്ജിലോട്ട് സൂക്ഷിക്കാം കേട്ടോ. പിന്നെ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തുണി ഇടുന്നത്. ആ പൂപ്പലുണ്ടല്ലോ, തുണിയെ പിടിച്ചങ്ങോട്ട് ഇരുന്നോളൂ കേട്ടോ. അത് എടുക്കുന്ന സമയത്ത് തുണി നല്ല ശ്രദ്ധയോടെ എടുത്താൽ മതി കേട്ടോ. ഇതുണ്ടോ നല്ലെണ്ണ മുക്കിയ തുണിയാട്ടോ. നമുക്ക് ഇനി ഇത് കൈയൊന്നും നമ്മുടെ അങ്ങോട്ട് അധികം കൊണ്ടുവല്ലണ്ടെന്ന് ഓർത്തോണ്ടാണ് ഈ ചട്ടുകം കൊണ്ട് ഇങ്ങനെ കൈയിലൊക്കെ അതൊക്കെ പൂപ്പൽ വരാനുള്ള സാധ്യതയുള്ള കാര്യങ്ങളാണ്. കൈ എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മളത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പിടിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ പൂക്കാനുള്ള ഒരു ടെൻഡൻസി കൂടും അതിന്. ഇതുണ്ടോ ഇങ്ങനെ നമ്മളെ അപ്പൊ എന്താ ഈ പൂക്കുന്ന ആ പൂപ്പൽ അതിൻ്റെ ഉള്ളിലോട്ട് പോകാതെ നമ്മുടെ തുണിയെ പിടിച്ചിരുന്നോളൂ. അപ്പം നമ്മളിത് എടുക്കണ സമയത്തുണ്ടല്ലോ ഈ തുണി ഇങ്ങനെ പയ്യെ അങ്ങ് എടുത്താൽ മതി കേട്ടോ. ഇപ്പൊ കുഴപ്പമില്ല. അപ്പൊ നമുക്കിത് അടച്ചു വെക്കാം. ഈ ഭാഗത്ത് ഇത്തിരി തുണി കുറവുണ്ട്. അപ്പം പൂപ്പൽ അങ്ങോട്ടാണ് ആദ്യം പിടിക്കാൻ സാധ്യത. തുണി കണ്ടോ ഇങ്ങനെ വേണം. നമ്മൾ എടുക്കുന്ന സമയത്ത് സൂക്ഷിച്ചെടുക്കണം എന്ന് ഞാൻ പറഞ്ഞതാ. പൂപ്പലത്തെ പിടിച്ചിരുന്നോളൂ. ഉണ്ടോ ഞാൻ പറഞ്ഞില്ല, പൂപ്പലെന്ന് തോന്നുമ്പോൾ ഇടയ്ക്ക് ഈ ചില്ല് ഭരണിയിൽ ഇടണം കേട്ടോ. പ്ലാസ്റ്റിക്കിനകത്ത് ഒരിക്കലും ഈ അച്ചാർ ഇടരുത്. ഈ കണ്ണിമാങ്ങ പ്രത്യേകമായിട്ട് ഇത് കൂടുതൽ 1 കൊല്ലമൊക്കെ ഇരിക്കുന്നതാണ്. പക്ഷെ ഞാനിത് 6 മാസമാകുമ്പോൾ എടുക്കും കേട്ടോ. ഇതുണ്ടോ അപ്പൊ നമ്മുടെ കണ്ണിമാങ്ങ അച്ചാർ ഇവിടെ റെഡിയായി കേട്ടോ. അപ്പൊ എന്താണ് നമ്മുടെ തൊടിയിലെ മാങ്ങ കൊണ്ട് നമ്മൾ ഇടുന്ന അച്ചാർ ഇതിൻ്റെതായിട്ടുള്ള ഒരു എന്താണ് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. എല്ലാവർക്കും അല്ലെങ്കിൽ തന്നെ എന്താ ഈ സമയത്തൊക്കെ കണ്ണിമാങ്ങ ഒക്കെ കിട്ടും. അങ്ങനെയൊക്കെ മേടിച്ച് എല്ലാവരും ഇടണം കേട്ടോ. അപ്പൊ എന്താ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാട്ടോ. എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് കാണണം കേട്ടോ. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് ഒത്തിരി വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കണ്ട് സഹായിക്കണം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വരുന്നവരെ ഓക്കെ, ബായ്.